ഇന്നത്തെ ഒരു മാർക്കറ്റ് വില അനുസരിച്ച് ഒരു 10 കോടിൻ്റെ മേലെ ആദായം ഉണ്ടായിരുന്ന എസ്റ്റേറ്റുകളാണ് ഈ പല ഭാഗങ്ങളിൽ കാട് പിടിച്ച് കിടക്കുന്നത്. ഒരുപാട് നൂറുകണക്കിന് തൊഴിലാളികളും അവർക്ക് വേണ്ട താമസിക്കാനുള്ള സ്ഥലവും അവർക്കുള്ള ആരാധന സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായ സ്ഥലങ്ങൾ ഇന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. കാണേണ്ട കാഴ്ചയാണ്. പാട്ടം അവസാനിച്ചു. എസ്റ്റേറ്റുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തു. നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന കാപ്പിയും കുരുമുളകും കവുങ്ങും ഓറഞ്ചും ഏലവും റബ്ബറും തുടങ്ങി എന്തും വിളഞ്ഞിരുന്ന എസ്റ്റേറ്റുകൾ കാടായി മാറി. വന്യമൃഗങ്ങൾ സ്വൈര്യമായി വിഹരിക്കാൻ തുടങ്ങി. എസ്റ്റേറ്റിൻ്റെ ആവശ്യത്തിന് നിർമ്മിച്ചിരുന്ന ചെക്ക് ഡാമുകൾ മൃഗങ്ങൾക്ക് യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഇടങ്ങളായി മാറി. തൊഴിലാളികളും മാനേജർമാരും താമസിച്ചിരുന്ന കരിങ്കൽ വീടുകൾ കാട് കയറി. ഇടയ്ക്ക് ആനകൾ വന്ന് ഓരോന്നോരോന്നായി പൊളിച്ചിട്ട് പോവുകയും ചെയ്തതോടെ പഴയ വീടുകൾ ഇന്ന് എസ്റ്റേറ്റിൻ്റെ പ്രതാപകാലത്തിൻ്റെ ഓർമ്മകളായി നിലനിൽക്കുന്നു. സർക്കാർ പിടിച്ചെടുക്കുമ്പോൾ ഇവിടെ 5 ലോഡ് കുരുമുളക് ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ ആ എസ്റ്റേറ്റിൻ്റെ വരുമാനം ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ഇടത്തെ പഴയ വീടുകളുടെ ഇന്നത്തെ അവസ്ഥയാണിത്. ആനകളുടെ എഴുന്നള്ളിപ്പോടെ ഉത്സവം നടന്നിരുന്ന എസ്റ്റേറ്റിലെ തൊഴിലാളികളും ജനങ്ങളും പ്രാർത്ഥിച്ചിരുന്ന ക്ഷേത്രങ്ങളും ഇന്ന് കാടിന് നടുവിലുണ്ട്. മനുഷ്യൻ കാടിറങ്ങിയതോടെ മൃഗങ്ങൾ കാട്ടിൽ സൗര്യവിഹാരം തുടങ്ങി, ആരെയും ഭയപ്പെടാതെ. നെല്ലിയാമ്പതിയിലെ ഫോറസ്റ്റ് ഏരിയയിലേക്കോ 4x4 ട്രെക്കിങ്ങിനോ പോയാലുള്ള കാഴ്ചയാണ് ഈ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ. നാട് കാടായാൽ എങ്ങനെയിരിക്കുമെന്ന് ഇവിടെ വന്നാൽ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാം. നിങ്ങളുടെ അടുത്ത യാത്ര നെല്ലിയാമ്പതിയിലെ ഫോറസ്റ്റ് ഏരിയയിലേക്കാവട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.